ഒരു ചർച്ചയിൽ പറഞ്ഞു ഈ ആന അതുപോലെ വന്യമൃഗങ്ങൾ വളരെ വലിയ ശല്യമാണ് എല്ലാം പറഞ്ഞു. പക്ഷേ ഇത് ഈ കേരളത്തിൽ മാത്രം ഇപ്പൊ തമിഴ്നാട്ടിലെ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ അവിടെ ഈ ആനകൾക്ക് അവർക്കുള്ള തീറ്റ, ഇപ്പൊ ശർക്കര അതുപോലെയുള്ള മറ്റ് തീറ്റ സംവിധാനങ്ങൾ ഈ വനത്തിനുള്ളിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വന്യജീവികൾ അതിന്റെ അകത്ത് തന്നെ തീറ്റ അവർ വെച്ചുപിടിപ്പിക്കും. ഈ ശർക്കര പോലുള്ള സംഭവങ്ങൾ അവിടെ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആനയടക്കമുള്ള വന്യജീവികൾക്ക് അവിടെ തീറ്റ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലം കോതമംഗലം നിയോജകമണ്ഡലത്തിൽ 5 പഞ്ചായത്തിൽ ആനശല്യം മറ്റു വന്യമൃഗ ശല്യമുണ്ട്. ഈ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ട്രെഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ താത്തുന്നില്ല. പുതിയ സംവിധാനങ്ങൾ ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഇതിവിടെ നടപ്പാക്കിയിട്ടില്ല. ഈ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇതുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഇപ്പൊ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും എല്ലാം ഈ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് യാതൊരു സംവിധാനവും ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പ്രശ്നം. അതുപോലെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വന്യജീവികളെ ഇഷ്ടപ്പെടുന്നവരും സംരക്ഷിക്കുന്നവരും അതിനെ സംരക്ഷിക്കാൻ കൂടി തയ്യാറാവണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി അതിനും ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണമെന്ന് പറയാനുള്ളത്. അതിനാദ്യമായിട്ട് വേണ്ടത് വനം വകുപ്പും വന്യജീവി വകുപ്പും വിഭജിക്കണം. വന്യജീവി വകുപ്പും വിഭജിക്കണം. വനംവകുപ്പിന് മൊത്തം ഫണ്ട് കിട്ടുന്നുണ്ട്. ഈ ഫണ്ട് മുഴുവനും കിട്ടുന്നത് ഉദ്യോഗസ്ഥന്മാരെ അവരുടേതായിട്ടുള്ള ഇരിപ്പിടവും ബിൽഡിങ്ങും വലുതാക്കാൻ വേണ്ടിയാണ്. വനത്തിന്റെ സംഭവമുണ്ട്. ഈ കിട്ടുന്ന പൈസ മുഴുവനും അവര് വന്യജീവികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സംവിധാനമില്ല. വന്യജീവി വകുപ്പും വനം വകുപ്പും രണ്ടും മേഖലയായിട്ട് വേണം. തിരിക്കാണ്ട് ഇങ്ങേര് പറഞ്ഞ പോലത്തെ സംഭവം നടത്താൻ പറ്റില്ല. നടത്താൻ തീരെ പറ്റില്ല. വന്യജീവികൾക്ക് സംരക്ഷണം ഏൽപ്പിക്കാനായിട്ട് ശമ്പളം കൊടുക്കല് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ശരി, ഇതിലൊന്നും പിടിച്ച കൂട്ടിലാക്കി എവിടെയെങ്കിലും ഉണ്ടാക്കലൊന്നും വന്യജീവി സംരക്ഷണം ഉറപ്പാക്കാനോ ജനങ്ങളുടെ അടുക്ക മുമ്പിലേക്ക് ആനകളും കടുവയും വരാതിരിക്കാനോ പര്യാപ്തമല്ല.